അപ്പോൾ നമ്മുടെ മാംഗോ മൊജിറ്റോ അല്ലെങ്കിൽ മാംഗോ ലെമണേഡിൻ്റെ ഫൈനൽ സെറ്റിങ്ങെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ ഈ സമ്മർ സീസണിൽ ഞാൻ പച്ചമാങ്ങ കൊണ്ടുള്ളൊരു ജ്യൂസും പിന്നെ ഒരു മാംഗോ സാഗോ ഡ്രിങ്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം. അതും എല്ലാവരും കാണുക. ഹലോ ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റവുമായിട്ടാണ്. അതായത് വേനൽക്കാലം അവസാനിക്കുകയാണ്, മാമ്പഴത്തിൻ്റെ കാലവുമാണ്. എൻ്റെ വീട്ടിലെ മാമ്പഴം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടു മാമ്പഴം കുറേ ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇതേ മേളിലിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് കണ്ടോ, കുറേ മാങ്ങയായിട്ട് നിൽപ്പുണ്ട്. കുറേ മാങ്ങ മേളിലുണ്ട്. ബട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലെ ദിവസവും രാവിലെയുള്ള കാഴ്ച ഈ മാമ്പഴമാണ്. കണ്ടോ, താഴെ വീണ് കിടക്കുന്നുണ്ടോ കുറേ മാമ്പഴം. നാട്ടുമാമ്പഴമാണ്. ഇതുകൊണ്ട് പണ്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊജിറ്റോ ആണ്. ഈ മാമ്പഴം കൊണ്ടൊരു മൊജിറ്റോ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കുറച്ച് മാമ്പഴം നല്ലത് നോക്കി പെറുക്കിയെടുക്കാം. കുറച്ചൊക്കെ ചീത്തയായതാട്ടോ, ഇതൊക്കെ വളരെ നല്ലതാകണ്ടോ. ഈ കൊത്തിയത് ഇതൊന്നും വേണ്ട, ഇതൊക്കെ നമ്മുടെ പക്ഷികൾ കഴിച്ചിട്ടിരിക്കണം കേട്ടോ. ഇതൊക്കെ വളരെ നല്ലതാണ്. ഇത് വേണ്ട, പൊട്ടിപ്പോയി. ഞാൻ ദിവസമായിട്ട് ക്ലീൻ ചെയ്തിടാറുണ്ട് കേട്ടോ മാമ്പഴം എടുക്കാൻ വേണ്ടി. കുഴപ്പമില്ല, ഇത് വേണ്ട. ഇത് കൊള്ളാം. മൂട്ട് വന്നാൽ ഇതൊക്കെയാണ്. ഇത് ഇത്രയും മാമ്പഴം ഒരുവിധം ഓക്കെയാണ്. നമുക്കിതും കൊണ്ട് പോയിട്ട് ആദ്യം ഇതിനൊന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് മൊജിറ്റോ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ മാംഗോ മൊത്തം കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് പീസസ് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടും കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടും വെച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇത് നാടൻ മാങ്ങയാണ്, അത്യാവശ്യം ഫൈബറൊക്കെ ഉണ്ടാവും. കണ്ടോ, നന്നായിട്ട് പഴുക്കുകയും ചെയ്തു. ചിലപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടി വരും ഫൈബർ ഉള്ളത് കാരണം. ഈ നാടൻ മാങ്ങയുടെ പ്രശ്നത. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു പ്യൂരി ഉണ്ടാക്കിയെടുക്കണം. ഈ വലിയ കഷ്ണങ്ങളെ മൊത്തം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണേ. എന്നിട്ട് ഇതിലൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം അതിനെ. അപ്പോൾ ഞാൻ അടിച്ചെടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് കസ്കസ് കണ്ടോ, ബേസിൽ സീഡ്സ് എന്ന കസ്കസ് എന്ന് പറഞ്ഞ സാധനം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് പ്യൂരി എടുത്തിട്ട് വരാം, അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, നമ്മുടെ മാംഗോ പ്യൂരി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അരിച്ചിട്ടില്ല കേട്ടോ, ഫുൾ അങ്ങനെ തന്നെ അരിച്ചെടുത്തതാണ്. ഫൈബറൊക്കെ അതിൽ തന്നെ ഉണ്ട്. പ്ലസ് നമ്മുടെ കസ്കസ് ഇപ്പോൾ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത് രണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കേട്ടോ. ഇത് കുറച്ച് ലെമൺ പീസസ്, നാരങ്ങയുടെ പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് മാംഗോ ലെമണേഡ് എന്നും പറയാം കേട്ടോ. ലെമൺ കുറച്ചധികം ചേർക്കുന്നുണ്ട്. അതിനൊന്ന് എടുക്കാം കേട്ടോ. പോലെ ഈ തോലിട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നാരങ്ങയുടെ തോലും കൂടെ വേണം. ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് പുതിനയില, ഫ്രഷ് പുതിനയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്, ലെമണും മിൻറ്റും കൂടി ചേർന്നൊരു മണം. മിൻറ്റിൻ്റെ ഒക്കെ ഒരു എസൻസ് ശരിക്കും ഇതിൽ മിക്സ് ആയിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ മൊജിറ്റോയുടെ ഐറ്റംസ് ഒക്കെ റെഡിയാണ്. എന്തൊക്കെയാണെന്ന് ഇടുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. യെസ്, ആസ് യൂഷ്വൽ ഞാൻ നമ്മുടെ 4 ഗ്ലാസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാനത് ഇടാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇല്ലേ, ആ ലെമണിൻ്റെയും മിൻറ്റിൻ്റെയും മിക്സ് എല്ലാത്തിലും ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞാൽ മാംഗോയുടെ ചെറിയ മാംഗോ പീസസ് വെച്ചല്ലോ, അതിൻ്റെ ഓരോ സ്പൂൺ എല്ലാത്തിലും. ഇതിലേക്ക് നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ, അതിൻ്റെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. കസ്കസ് എല്ലാ ജ്യൂസിൻ്റെയും ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, വേണ്ടെങ്കിലും ഒഴിവാക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മാംഗോ പ്യൂരി, ഇത് 2 ടേബിൾ സ്പൂണിൻ്റെയാണ്. ഇതും കൊണ്ട് ഒരു 3 സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ
ഇനി നമ്മളിതിൽ മധുരത്തിന് വേണ്ടി ഞാൻ ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഷുഗർ ആണെങ്കിൽ ഷുഗർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ഒഴിച്ചോളൂ കേട്ടോ. ഹണി പഞ്ചസാര ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി മധുരം വേണ്ട എന്നുള്ളവർ ഒഴിവാക്കുക കേട്ടോ. ഇതിലെല്ലാത്തിലും ഓരോ പീസ് ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ മിൻറ്റ് പുതിന ഇട്ട് കൊടുക്കണ്ടേ. ഇനി എല്ലാത്തിലും നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഐസ് മസ്റ്റല്ല, പക്ഷേ തണുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാത്തിലേക്ക് നമ്മൾ കുറേശ്ശെ സോഡ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ മധുരം നേരത്തെ യൂസ് ചെയ്യുന്ന സ്പ്രൈറ്റ് ആയാലും നല്ലതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനെ. അപ്പോൾ ഫുള്ള് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് സോഡ ഒഴിച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ മൊജിറ്റോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷൻ കൂടെ ബാക്കിയുണ്ട് കേട്ടോ. എല്ലാത്തിലും ഓരോ ചെറിയ പീസ് ലെമൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ മിൻറ്റും കൂടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ മൊജിറ്റോ അല്ലെങ്കിൽ മാംഗോ ലെമണൈഡിൻ്റെ ഫൈനൽ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാതെ നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ്.